ഒഴുകിയിറങ്ങുന്ന കണ്ണീർ വാശിയോടെ തുടച്ചു തുടച്ച് നീക്കുകയാണ് അല്ലി. അറിയാതെ പറ്റിയതല്ലേ, അറിഞ്ഞോണ്ടല്ലോ. ഞാൻ ഇന്ന് വരെ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എന്നിട്ടും എന്നെ തല്ലിയില്ലേ? നോക്കിക്കോ, ഞാൻ മിണ്ടില്ല. അല്ലെങ്കിലും ഞാൻ മിണ്ടില്ലല്ലോ, എന്നോട് മിണ്ടില്ല. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണേ? ഞാൻ പോവാ. രേണു ചേച്ചിയോട് പറഞ്ഞ എന്തെങ്കിലും ജോലി വാങ്ങിത്തരും. എന്നെ തല്ലിയില്ലേ, ഞാൻ പോവാ. അവൾ തനിയെ പരിഭവം പറഞ്ഞു. അയ്യോ, ഞാൻ പോയാ എൻ്റെ വാസുകിയമ്മ തനിച്ചായി പോവല്ലോ. പാവം, ആരും മിണ്ടാനില്ല. ഞാനല്ലേ ഉള്ളൂ അമ്മയ്ക്ക്. പക്ഷേ എനിക്ക് വേദനിച്ചു. ഇനിയും എന്നെ തല്ലിയ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. നോക്കിക്കോ, അമ്മ നല്ല കിഴുക്ക് കൊടുത്തോളും. അയ്യോ, അങ്ങനെ പറയരുത്. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ. അപ്പോ എന്നെ വഴക്ക് പറയാനും തല്ലാനുള്ള അധികാരം ഉണ്ടല്ലോ ആൾക്ക്. അതാകും. കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞ കണ്ണുകൾ കടന്നു വന്നു. ഛേ, തല്ലണ്ടായിരുന്നു. ആ കുട്ടി എവിടെ പോയി? അവൻ എണീറ്റ് ചെല്ലുമ്പോൾ കേട്ടത് അവളുടെ പരിഭവമായിരുന്നു. അവന് പാവം തോന്നി. അവൻ മെല്ലെ തിരിഞ്ഞു. ഡിന്നറാക്കി ടേബിൾ വെച്ചിട്ട് അവൾ ഒളിഞ്ഞു നോക്കി നിന്നു. അവൻ്റെ മുന്നിൽ ചെല്ലരുത് എന്നല്ലേ പറഞ്ഞത്? ഇനിയിപ്പോൾ എങ്ങനെ കഴിക്കാൻ വിളിക്കും എന്നവൾ ഓർത്തു. അവൻ തനിയെ വരുമെന്ന് കരുതി കാത്തു നിന്നു. കുറച്ചു കഴിഞ്ഞതും അവൻ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കണ്ട് അവൾ ഒളിച്ചു നിന്നു. ടേബിളിൽ നിരത്തിയിരിക്കുന്ന ഭക്ഷണം കണ്ട് അവൻ അമ്പരന്നു. ചുറ്റും ഒന്ന് നോക്കി. അവളെ അവിടെ എങ്ങും കാണാഞ്ഞ് അവൻ ടേബിളിൽ വെച്ചിരുന്ന വെള്ളം മാത്രം എടുത്ത് കുടിച്ചുകൊണ്ട് തിരികെ പോയി. അയ്യോ, ഒന്നും കഴിച്ചില്ലല്ലോ. ദേഷ്യം പോയിട്ടില്ല. അമ്മ വരുമ്പോ ഒരു ചെപ്പ് സിന്ദൂരം വാങ്ങണം. അവിടെ കൊണ്ടുവച്ചാ ദേഷ്യം പോകുമായിരിക്കും. അവൾ ഭക്ഷണമൊക്കെയും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. മുകളിൽ നിന്നും എല്ലാം നോക്കിക്കാണുന്നവന് വല്ലാത്ത കുറ്റബോധം തോന്നി. ഞാൻ കാരണം ആ കുട്ടി ഒന്നും കഴിച്ചില്ലല്ലോ എന്നവൻ ഓർത്തു. റൂമിൽ വരുമ്പോ സോറി പറയാം എന്നോർത്ത് അവൻ റൂമിലേക്ക് കയറി. എന്നാ അവൾ അന്ന് റൂമിലേക്ക് വരാത്തത് അവനെ അമ്പരപ്പിച്ചു. ഈ കുട്ടി എവിടെ? ഇവിടെന്താ കിടക്കാൻ വരാത്തത്? അവൻ ആലോചിച്ചു. അവൻ സമാധാനമില്ലാതെ മെല്ലെ എണീറ്റ് സ്റ്റെയറിന്റെ അരികെ വന്ന് നിന്നു. അവൾ കാണാത്ത രീതിയിൽ മറഞ്ഞു നിന്ന് താഴേക്കെത്തി നോക്കി. സെറ്റിയിൽ കാൽമുട്ടിലേക്ക് മുഖം അമർത്തിയിരിക്കുന്ന അവളെ കണ്ടതും അവനെന്തോ വിഷമം തോന്നി. അവളോട് ദേഷ്യപ്പെട്ടു പോയ നേരത്തെ അവൻ ശപിച്ചുപോയി. അവൻ റൂമിലേക്ക് നടന്നു. അവൾ കിടക്കുന്ന സോഫയിലേക്ക് നോക്കി. അവൻ ഓരോന്നും വെറുതെ ആലോചിച്ചു കിടന്നു. കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ടതും അവൻ എണീറ്റ് വീണ്ടും എത്തി നോക്കി. അമ്മേ! കുഞ്ഞു കുട്ടികൾ തുള്ളിച്ചാടി പോകുന്നത് പോലെ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നത് കണ്ട് അവന് ചിരി വന്നുപോയി. മോളെ, എന്താടാ, സുഖാണോ? ആം, സുഖ. അമ്മയ്ക്കോ? എന്തായി, പൂജയൊക്കെ കഴിഞ്ഞോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? എനിക്കെന്താ കൊണ്ടുവന്നേ? മിഠായിയാ? അവൾ വാതോരാതെ സംസാരിക്കുന്നത് അവനെ അമ്പരപ്പിച്ചു. എൻ്റെ മോൾക്ക് അമ്മ കുറേ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ തരാം. അതിനു മുന്നേ പറഞ്ഞേ, ഇവിടെ എന്തൊക്കെയാ വിശേഷം? അച്ചു എൻ്റെ മോളോട് മിണ്ടിയോ? ആ, കുഴപ്പമില്ലമ്മേ. അച്ചുവേട്ടൻ മോളിലുണ്ട്. അച്ചുവേട്ടൻ? അവളുടെ നാവിൽ നിന്നും ആ പേര് കേട്ടതും അവൻ്റെ ഉള്ളിൽ ഒരു വിറയൽ പോലെ, കാലുകൾക്ക് ബലം കുറഞ്ഞതുപോലെ. അവൻ്റെ കൈകൾ ഭിത്തിയിൽ മുറുകി. അമ്മ വാ, കഴിക്കണ്ടേ? യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. കുളിക്കാൻ ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കരുതിയതിലും അമ്മ താമസിച്ചു. ഇന്ന് വരുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ നോക്കിയിരിക്കായിരുന്നു. കുളിക്കാം, പക്ഷേ അമ്മയ്ക്കൊന്നും വേണ്ടടാ. ശരീരമൊക്കെ വല്ലാതെ വേദനിക്കുന്നു. ഒന്ന് കിടക്കണം. എന്നാ
ഞാനൊന്ന് അമ്മയോടൊപ്പം കിടക്കാം. എനിക്ക് ക്ഷേത്രത്തിലെ വിശേഷമൊക്കെ അറിയണം. അതിനെന്താ, എല്ലാം വിശദമായി പറയാലോ. മോൾക്ക് പനി വന്നതിൽ പിന്നെ ഒരു ക്ഷീണം തോന്നുന്നു. മുഖത്തൊക്കെ ഒരു വീർപ്പ് പോലെ. അത് കേട്ട സൂര്യ ഒന്ന് ഞെട്ടി. അവൾ പെട്ടെന്ന് അവരുടെ കയ്യിൽ പിടിച്ചു. അതൊന്നും കുഴപ്പമില്ല. അമ്മ വന്നേ, നമുക്ക് എന്തോരം പറയാനുണ്ട്. അവൾ അമ്മയോട് ഒന്നും പറയാത്തത് അവനെ അത്ഭുതപ്പെടുത്തി. രാത്രി ഏറെയായിട്ടും അവൾ റൂമിൽ വരാത്തത് അവനെ വിഷമിപ്പിച്ചു. മണ്ഡപത്തിൽ ഒരു നോക്ക് അവളെ കണ്ട നിമിഷം അവന്റെ ഉള്ളിൽ നിറഞ്ഞു. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ 9 മാസവും ഒളിഞ്ഞും തെളിഞ്ഞും അവളെ കണ്ടത് അവൻ ഓർത്തു. വയ്യാതെ തന്റെ നെഞ്ചിലേക്ക് കുഴഞ്ഞു വീണ അവളെ ഓർത്തതും അവന് വാത്സല്യം തോന്നി. തീരെ വയ്യാഞ്ഞിട്ടും തനിക്ക് വേണ്ടത് ചെയ്തു തന്ന അവളെ ഓർത്തതും അവന് സഹതാപം തോന്നി. ദേഷ്യത്തിൽ അവളെ തല്ലിയ നിമിഷമോർത്തതും അവന് അവനോട് തന്നെ വെറുപ്പ് തോന്നിപ്പോയി. നിറഞ്ഞ കണ്ണുകളോടെ അവൾ തന്നെ നോക്കിയ നിമിഷം. അതിനുശേഷം ഇതുവരെ തന്റെ മുന്നിൽ വരാതെ ഒളിച്ചു നിൽക്കുന്ന കുട്ടിത്തം. അപ്പോ അവൻ അവളെ ഒന്ന് കാണാൻ തോന്നി. വെറുതെ ഒന്ന് കാണാൻ. അവൻ മെല്ലെ ഇറങ്ങി. ശബ്ദമുണ്ടാക്കാതെ അമ്മയുടെ റൂമിന് മുന്നിലെത്തി. മെല്ലെ ഡോർ തുറന്നു. അനക്കൊന്നും കേൾക്കുന്നില്ല. 0 വോൾട്ട് ബൾബിൽ കാണുന്ന അവളുടെ കിടപ്പ് കണ്ടതും അവൻ അകത്തേക്ക് കയറി. ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന അവൾക്ക് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയാണെന്ന് അവൻ നോക്കി നിന്നു. ചുവന്ന് കിടക്കുന്നവളുടെ കവിൾ ശ്രദ്ധിച്ചതും അറിയാതെ അവന്റെ കൈകൾ അവിടെ ഒന്ന് തഴുകി. സോറി, അറിയാതെ പറ്റിയതാ. സോറി കുഞ്ഞ. അവളുടെ പേരറിയാതെ അവൻ വിളിച്ചു. കുഞ്ഞു കുട്ടികളെപ്പോലെ തുള്ളി നടക്കുന്നവൾക്ക് ആ പേരാണ് യോജിക്കുന്നത് എന്നവന് തോന്നി. അവൻ പെട്ടെന്ന് തിരിച്ചിറങ്ങി. കണ്ണുകൾ അടച്ചു കിടന്ന വാസുകിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. കുഞ്ഞി പെണ്ണ് അവന്റെ നെഞ്ചിൽ കയറിയ മട്ടുണ്ട്. ഇതറിഞ്ഞേൽ എന്റെ മഹാദേവ, ഞാൻ കുറച്ച് നേരത്തെ ഇവിടുന്ന് മാറി നിന്നേനെ. അടക്കാൻ കഴിയാത്ത സന്തോഷത്തോടെ അവർ അവളെ ചുറ്റിപ്പിടിച്ചു. ആ കുഞ്ഞു നെറ്റിയിൽ ഉമ്മ വച്ചു. എന്റെ ഈ കുഞ്ഞി പെണ്ണിനെ ആർക്കാ ഇഷ്ടമാവാത്തത്? എന്റെ അച്ചു ഇത്തിരി താമസിച്ചു എന്നേ ഉള്ളൂ. അവർ സമാധാനത്തോടെ കണ്ണുകൾ അടച്ചു. രാവിലെ കുളി കഴിഞ്ഞ അല്ലി വിളക്ക് വച്ച ശേഷം കാപ്പിയുമായി മെല്ലെ സ്റ്റെപ്പ് കയറി. മഹാദേവ, ഉറക്കായിരിക്കണേ, മുന്നിൽപ്പെടാതെ കാത്തോണേ. കാതിലെ മൂളൽ മാറാൻ ഒരുപാട് സമയമെടുത്തു. ഇനിയും തല്ലു കൊള്ളിക്കല്ലേ മഹാദേവ. ഡോറിന് മുന്നിൽ നിന്നുകൊണ്ട് മെല്ലെ, വളരെ മെല്ലെ ഡോർ തള്ളി. പാതി തല മാത്രം അകത്തേക്കിട്ട് നോക്കി. ബെഡിൽ കിടക്കുന്ന അവനെ കണ്ടതും ഒരാശ്വാസം തോന്നി. ഡോർ മെല്ലെ തുറന്ന് അകത്തേക്ക് കയറി. കാപ്പി ടേബിളിൽ വച്ചു. 2 കൈകൊണ്ടും പാവാട അല്പമുയർത്തി കൊലുസിന്റെ ശബ്ദം കേൾപ്പിക്കാതെ നടന്നു. കണ്ണാടിക്ക് മുന്നിലെത്തി ഒരു നുള്ള സിന്ദൂരം നെറുകയിൽ ചാർത്തി. പിന്നെ അതുപോലെ തിരിഞ്ഞ് നിലത്തേക്ക് നോക്കി. ഒക്കെ വൃത്തിയാക്കി. പാവം, ഞാനല്ലേ തട്ടിയിട്ടേ? ഞാൻ വൃത്തിയാക്കിയനെ. അതെങ്ങനെ? അപ്പോഴേക്ക് എന്നോട് ദേഷ്യപ്പെട്ടില്ലേ? പിന്നെ സൂക്ഷിച്ചു വച്ച സാധനം നശിപ്പിച്ച ദേഷ്യം വരില്ലേ? അതാ തല്ലിയത്. പോട്ടെ, സാരമില്ല. സ്വയം സമാധാനിപ്പിച്ചുകൊണ്ട് അവൾ പമ്മി നടന്നു. കമിഴ്ന്ന് കിടക്കുന്ന അവനെ നോക്കി. അതേ അച്ചുവേട്ടാ, അറിയാതെ പറ്റിപ്പോയതാ. സോറി കേട്ടോ. ഞാനേ അമ്മയോട് പറഞ്ഞ് പുതിയത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പ ദേഷ്യപ്പെടല്ലേ. പിന്നെ ഇങ്ങനെ തല്ലല്ലേ, എന്നെയല്ല ആരെയും. ഭയങ്കര വേദനയാന്നേ. ചെവിയിലെ ഈച്ച മൂളം പോലായിരുന്നു. എത്ര സമയമെടുത്തെന്നറിയോ മാറാൻ? അയ്യോ, ഉണരല്ലേ. ഞാൻ പോയിട്ട് ഉണർന്നാ മതി. എന്നെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവിടെ വരാതെ എങ്ങനെയാ? എന്റെ ഡ്രസ്സൊക്കെ ഇവിടല്ലേ. ഞാനേ നനഞ്ഞതാ ഇട്ടേക്കുന്നേ. കണ്ടാൽ അമ്മ എന്റെ ചെവി പൊന്നാക്കും.
വേഗം കാപ്പി കുടിച്ചിട്ട് പുറത്തു പോണം കേട്ടോ. അപ്പം ഞാൻ വന്ന് മാറ്റിക്കൊള്ളാം. അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ, അച്ചുവേട്ടനെ വഴക്കു പറഞ്ഞാലോ? എനിക്കറിയാം കേട്ടോ, അമ്മ പറഞ്ഞു അച്ചേട്ടൻ പാവമാണെന്ന്. ഈ ദേഷ്യം മാത്രമേ ഉള്ളൂന്ന്. അവനൊന്ന് ഞരങ്ങിയതും അവൾ തിരിഞ്ഞ് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഒരു കണ്ണ് തുറന്നു നോക്കിയ സൂര്യയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പാവം. അവൾ പറഞ്ഞത് ഓർമ്മയിൽ തെളിഞ്ഞതും അവൻ വേഗം റെഡിയായി ഇറങ്ങി. അവൻ പോയ തക്കത്തിന് അല്ല റൂമിൽ വന്ന് നനഞ്ഞ ഡ്രസ്സ് മാറി. അന്നു മുതൽ ഒരാഴ്ചയോളം അവരുടെ ടോമാഞ്ചറി നടന്നുപോയി. സൂര്യയുടെ മനസ്സിൽ നിന്നും അവളോടുള്ള ദേഷ്യം മുഴുവൻ മാറി. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് കബോർഡിൽ ഡ്രസ്സ് വയ്ക്കുന്ന അവന്റെ കണ്ണിൽ പുതിയൊരു സിന്ദൂരച്ചെപ്പ് തറച്ചു. പെട്ടെന്ന് അവന്റെ മുഖം വല്ലാതെയായി. അവൻ വേഗം ഡ്രസ്സ് മാറിയിറങ്ങി. പിന്നാമ്പുറത്തെ പറമ്പിൽ കാഴ്ചകൾ കണ്ടു നടക്കുന്ന അല്ലി പഴുത്ത ചാമ്പയ്ക്ക പൊട്ടിച്ചെടുത്ത് കടിച്ചുകൊണ്ട് വാസുകിയെ നോക്കി. അമ്മേ, ഞാനൊന്ന് ചോദിച്ചാ സത്യം പറയോ? എന്താ മോളെ? മോള് ചോദിച്ചോ. അത് അമ്മേ, ആരാ ഈ ആതിര? വാസുകി ഒന്ന് ഞെട്ടി. അത് മോൾ എന്താ അങ്ങനെ ചോദിച്ചത്? അവരുടെ സ്വരമിടറി. അമ്മ പറഞ്ഞോ, എനിക്ക് ഏതാണ്ടൊരു രൂപം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അമ്മയിൽ നിന്നും സത്യം അറിയണം. മോളെ, അതിവിടെ നേരത്തെ ഉണ്ടായിരുന്ന കാര്യസ്ഥന്റെ മോളാ. അദ്ദേഹം ഉള്ളപ്പോ അവർ നമ്മുടെ ചായ്പിലാ തങ്ങിയിരുന്നേ. അച്ചുവും ആതിരയും ഒന്നിച്ച് കളിച്ച് വളർന്നവരാ. ആതിരയ്ക്ക് അമ്മയില്ല. അവളുടെ 3-ാം വയസ്സിൽ വിഷം തീണ്ടി മരിച്ചതാ. അച്ചുമോന് അവളെ വലിയ കാര്യമായിരുന്നു. അധികം കൂട്ടുകാർ ആരുമില്ലായിരുന്ന അച്ചുവിന് അവളായിരുന്നു എല്ലാം. പക്ഷെ വളർന്നപ്പോ ഇരുവരുടെ മനസ്സിൽ കൂട്ടുകാർ എന്നതിനപ്പുറം മറ്റൊരു നിറം വളർന്നു. അതറിഞ്ഞ് അദ്ദേഹം അവരെ ഇവിടുന്ന് പറഞ്ഞുവിട്ടു. ആദ്യമൊന്നും അച്ചുവിന് കാരണം അറിയുമായിരുന്നില്ല. പിന്നെ ആതിരയെ കണ്ടപ്പോൾ മറ്റൊരു വിവാഹത്തിന് അച്ഛൻ നിർബന്ധം പിടിക്കുന്നു എന്നതവനെ അറിയിച്ചു. അച്ചു അദ്ദേഹത്തോട് ആതിരയെ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞു. അദ്ദേഹം എതിർത്തു. അങ്ങനെയാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിക്കുമെന്ന് അച്ചു വെല്ലുവിളിച്ചു. അദ്ദേഹം അവനെ നിലവറയിൽ പൂട്ടിയിട്ടു. ഇതൊന്നും അറിയാതെ ആതിര അവനെ കാത്തിരുന്നു. പിറ്റേന്ന് പെണ്ണുകാണൽ ചടങ്ങാണെന്നറിഞ്ഞ അവൾ ഇവിടേക്ക് ഓടിയെത്തി. അച്ചു ഇവിടെ ഇല്ലെന്ന് ഞാനും കള്ളം പറഞ്ഞു. അന്ന് തിരികെ പോയ അവൾ വീട്ടിലെത്തിയില്ല. 3-ാം പക്കം പൊട്ടക്കിണറ്റിൽ അവളുടെ ശരീരം കണ്ടെത്തി. അന്ന് തന്നെ അദ്ദേഹം അച്ചുവിനെ തുറന്നുവിട്ടു. പക്ഷേ നിലവറയിൽ നിന്നും പുറത്തു വന്ന അച്ചു പുതിയ ഒരാളായിരുന്നു. എനിക്കോ അദ്ദേഹത്തിനോ പരിചയമില്ലാത്തൊരാൾ. അച്ചു കാരണമാണ് ആതിര മരിച്ചത് എന്ന കുറ്റബോധം അവനെ വേട്ടയാടി. അവൻ മദ്യത്തിനെ ആശ്രയിച്ചു. അദ്ദേഹം കെട്ടിപ്പൊക്കിയ ബിസിനസ് സംരംഭം അവൻ തകർത്തെറിഞ്ഞു. ആരുടെ വാക്കും കേൾക്കാതെ രാവും പകലും മദ്യപിച്ച് നടന്നു. ആതിര പോയപ്പോൾ അവളുടെ അച്ഛൻ സ്വയം തീ കൊളുത്തി മരിച്ചു. അങ്ങനെ 2 വ്യക്തികൾ ജീവിച്ചിരുന്നു എന്നതിന് പോലും ഒരു തെളിവും അവശേഷിച്ചിരുന്നില്ല. എല്ലാം ഒരുപിടി ചാരമായി മാറി. അച്ചുവിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന ഭയം, എന്ന വേദന ഒക്കെ കൊണ്ട് ഹൃദയം പൊട്ടി അദ്ദേഹം പോയി. ഞാൻ പിടിച്ചു നിന്നത് എങ്ങനെയാണെന്ന് എനിക്കിന്നും അറിയില്ല മോളെ. എൻ്റെ അച്ചുവിന് വേണ്ടിയാകും ദൈവം എനിക്ക് ആത്മധൈര്യം തന്നത്. പ്രാർത്ഥന, വഴിപാട് എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ അച്ചുവിന് ഒരു മാറ്റവും ഉണ്ടായില്ല. എൻ്റെ കുഞ്ഞ് ഒന്ന് ചിരിച്ചു കണ്ടിട്ട് എത്ര വർഷമായെന്നറിയോ? എൻ്റെ കണ്ണീർ കണ്ടിട്ടാ മോളെ നീയുമായുള്ള വിവാഹത്തിന് അച്ചു സമ്മതിച്ചത്. നീ അവനെ കൈവിടല്ലേ മോളെ. ഇപ്പോൾ ഞാൻ അവനിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എനിക്ക് പ്രതീക്ഷയുണ്ട് മോളെ. നിന്നെ അവൻ സ്നേഹിക്കും. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും.
എൻ്റെ കണ്ണടയും മുന്നേ ഒരു പേരക്കുട്ടിയെ താലോലിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മോളെ. അവർ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ആശങ്കകൾ ഉരുണ്ടുകൂടി. ഈ ആതിരയെ കാണാൻ എന്താ അമ്മ ഒരു വഴി? ഫോട്ടോയോ മറ്റോ? ഒന്നുമില്ല മോളെ അവളുടേതെന്ന് പറയാൻ. ആകെയുള്ളത് ഒരു സിന്ദൂരച്ചെപ്പ. നിധി പോലെ അച്ചു അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആതിര എന്നും കുറി തൊടും. അതിൽ നിന്നും ഒരു നുള്ള് അച്ചുവിൻ്റെ കൈകൊണ്ട് അവളുടെ നെറുകയിൽ തൊടണം എന്നായിരുന്നു ആഗ്രഹം. അയ്യോ, അപ്പോ ആ ചെപ്പാണോ ഞാൻ പൊട്ടിച്ചത്? ചുമ്മാതല്ല അച്ചുവേട്ടൻ അത്രയും ദേഷ്യപ്പെട്ടത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, അതൊക്കെ കഴിഞ്ഞു, നീ വിഷമിക്കണ്ട. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവർ പകച്ചുപോയി. അവൾ വേഗം അകത്തേക്കോടി. ഈശ്വരാ, കുഴപ്പമായോ? ഒക്കെയും തുറന്നു പറഞ്ഞത് അബദ്ധായോ? അവർ വല്ലാത്തൊരവസ്ഥയിൽ നിന്നു. എന്നാ അല്ലി നേരെ ഓടിയത് റൂമിലേക്കായിരുന്നു. അവൾ വേഗം അവിടെ വച്ച് ചെപ്പെടുത്ത് തിരിഞ്ഞു. മുന്നിൽ നിൽക്കുന്ന സൂര്യയെ കണ്ടതും മുഖം കുനിച്ചു. കയ്യിൽ ചെപ്പ് മുറുകെ പിടിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ കയ്യിൽ തറച്ചു. ഇതെന്തിനാ എടുത്തത്? അവൻ മെല്ലെ ചോദിച്ചു. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. പകരം വയ്ക്കുമ്പോ അറിഞ്ഞില്ല അതിൻ്റെ മൂല്യം ഒരിക്കലും ഇതിനുണ്ടാകില്ലെന്ന്. എന്നാരു പറഞ്ഞു? അതവിടെ തന്നെ കൊണ്ടുവയ്ക്ക്. അവൻ മെല്ലെ എന്നാൽ ഉറപ്പോടെ പറഞ്ഞു. അവൾ മനസ്സിലാകാതെ പകച്ചു. എന്നാലും ചെപ്പ് തിരികെ വച്ചു. അവൾ മെല്ലെ പുറത്തേക്കിറങ്ങാൻ തുടങ്ങി. ഒന്ന് നിന്നേ. അവൾ പിടച്ചിലോടെ നിന്നു. ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചത് മതി. ഇന്നു മുതൽ രാത്രി ഇവിടെ വന്ന് കിടന്നോണം. താക്കീതുപോലെ അവൻ പറയുമ്പോൾ അവൾ പകച്ചുപോയി. അവൻ വീണ്ടും എന്തെങ്കിലും പറയുന്നോ എന്ന് ശ്രദ്ധിച്ചു. ഇല്ലെന്ന് കണ്ടതും പിന്നെ ഒരു ഓട്ടമായിരുന്നു. അത് കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വൈകുന്നേരമായതും സൂര്യ റെഡിയായി പുറത്തേക്കിറങ്ങി. കുറച്ചു മണിക്കൂർ കഴിഞ്ഞതും വീട്ടിലെ ഫോൺ ശബ്ദിച്ചു. വാസുകി അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് ചേർത്തു. കേട്ട വാർത്തയിൽ അവരുടെ കയ്യിൽ നിന്നും ഫോൺ വഴുതി വീണു. മോളെ, അല്ലേ? അതൊരു നിലവിളിയായിരുന്നു. അടുക്കളയിലായിരുന്ന അല്ലി ഓടിയെത്തി. എന്താ അമ്മേ, എന്താ പറ്റിയത്? കരച്ചിലടക്കാൻ പാടുപെടുന്ന അവരെ നോക്കി വെപ്രാളത്തോടെ അവൾ ചോദിച്ചു. മോളെ, മോള് വേഗം റെഡിയാക്. നമുക്ക് ഹോസ്പിറ്റൽ പോണം. എൻ്റെ അച്ചു, അവൻ ആക്സിഡന്റ് പറ്റിയെന്ന് ഹോസ്പിറ്റലിൽ നിന്നുമാണ് അറിയിച്ചത്. അയ്യോ അമ്മേ! അറിയാതെ അവളുടെ കൈ താലിയിൽ മുറുകി. ഒന്നുമില്ല മോളെ, പേടിക്കണ്ട. അവൻ സൂര്യനാ, സൂര്യനാരായണൻ. അവൻ ഉദിച്ചുയരും. നീ വാ മോളെ. ദൃഢമായ ശബ്ദത്തിൽ അവർ പറയുമ്പോൾ അവൾക്കും ധൈര്യം തോന്നി. അവർ ഹോസ്പിറ്റലിലെത്തുമ്പോൾ സൂര്യ ICUവിലായിരുന്നു. ധാരാളം ബ്ലഡ് പോയിരുന്നതിനാൽ ബ്ലഡ് വേണ്ടി വരുമെന്ന് ഡോക്ടർ അറിയിച്ചു. അവൻ്റേത് EB നെഗറ്റീവ് ആണെന്നറിഞ്ഞ അല്ലി ആശ്വാസത്തോടെ ഡോക്ടറെ നോക്കി. ഡോക്ടർ, എൻ്റേതും അതേ ബ്ലഡ് ഗ്രൂപ്പാണ്. അല്ലിയെയും കൂട്ടി ഡോക്ടർ അകത്തേക്ക് കയറി. ടെസ്റ്റുകൾ കഴിഞ്ഞ് വേഗം തന്നെ അല്ലിയുടെ ബ്ലഡ് എടുത്ത് സൂര്യയ്ക്ക് കൊടുത്തു. ക്ഷീണത്തോടെ കിടക്കുന്ന അവളെ നോക്കി വാസുകി അരികെ ഇരുന്നു. സൂര്യയുടെ കാലിന് ഫ്രാക്ചർ ഉണ്ടെന്നറിഞ്ഞവർ സർജറി സമയം പ്രാർത്ഥനയോടിരുന്നു. ജീവൻ ആപത്തൊന്നുമില്ലെന്നറിഞ്ഞപ്പോഴാണ് അവർക്ക് സമാധാനമായത്. അല്ലി മഹാദേവന് നേർച്ചകൾ നേർന്നു. അവനെ ഒരു നോക്ക് കാണാൻ അവളുടെ ഉള്ളം കൊതിച്ചു. സർജറി സക്സസ് ആയിരുന്നു എന്നറിഞ്ഞതും അവർക്ക് ശ്വാസം നേരെ വീണു. പിന്നെ അവനെ കാണാൻ അനുമതി ചോദിച്ചു വാങ്ങി അകത്തേക്ക് കയറി. അല്ലിയുടെ കൈയും കാലും വിറച്ചു. വാസുകിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ICUവിനുള്ളിൽ കയറി. ശരീരം മുഴുവൻ മുറിവും വച്ചുകെട്ടലുമായി കിടക്കുന്ന അവനെ കണ്ടതും അല്ലിയുടെ ചങ്ക് പിടഞ്ഞുപോയി. അവളുടെ കാലുകൾ വേച്ചുപോയി.
വാസുകി അവളെ താങ്ങി. മാഡം, ഡോക്ടർ വിളിക്കുന്നു. നഴ്സ് പറഞ്ഞതും വാസുകി അല്ലിയെ നോക്കി. മോള് ഇവിടെ നിൽക്ക്, അമ്മ പോയിട്ട് വേഗം വരാൻ കേട്ടോ. വിഷമിക്കണ്ട, അവനൊന്നുമില്ല. അവന് ബോധം ഒന്ന് തെളിഞ്ഞോട്ടെ, അവൻ പഴയതിലും ഉഷാറായി വരും. മോള് നിൽക്ക്. അവൾക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് അവർ ഇറങ്ങി. അവൾ വിറയ്ക്കുന്ന കാലുകൾ വലിച്ചു വെച്ച് അവനരികിലേക്ക് നടന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കി വിതുമ്പി. അവളുടെ മനസ്സിലേക്ക് അവൻ്റെ മുഖം ഓടിയെത്തി. മണ്ഡപത്തിൽ വെച്ച് ആദ്യമായി കാണുമ്പോൾ ഈ മനുഷ്യൻ തനിക്ക് അന്യനായിരുന്നു. മുഖത്തു നോക്കാതെ തൻ്റെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ലേ? പിന്നീട് പെരുമാറ്റം കാണുമ്പോൾ പലപ്പോഴും വേദനിച്ചിരുന്നില്ലേ? ആരും കാണാതെ എപ്പോഴോ ഈ മുഖം ഉള്ളിൽ പതിഞ്ഞു പോയില്ലേ? ഇപ്പോഴുള്ള ഈ കിടപ്പ് തൻ്റെ മരണത്തിന് തുല്യമല്ലേ? ജീവൻ പറഞ്ഞു പോകുന്ന വേദനയല്ലേ തനിക്കിപ്പോ? അവൻ്റെ നെറ്റിയിൽ വിറയ്ക്കുന്ന കൈകൾ വച്ച് അവൾ, അച്ചുവേട്ടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഈ കിടപ്പ്. ഒന്ന് കണ്ണു തുറന്നു നോക്കൂ അച്ചുവേട്ടാ, എന്നെ ഒന്ന് നോക്കുവോ? എന്നോട് ഇപ്പൊ ദേഷ്യപ്പെടാറില്ലല്ലോ. എനിക്ക് ഇപ്പൊ അച്ചുവേട്ടനെ പേടിയില്ലല്ലോ. എനിക്ക് എന്തിഷ്ടാണെന്നറിയോ? ഈ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം എനിക്ക് എന്തിഷ്ടാണെന്നറിയോ? എനിക്ക് അച്ചുവേട്ടനെ ഒരുപാട് ഇഷ്ടാ. എനിക്കിനി ഈ അച്ചുവേട്ടനില്ലാതെ പറ്റില്ല. അറിയാതെ എപ്പോഴോ ഞാൻ സ്നേഹിച്ചു പോയി. അത് ശരിക്കും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നേ. എന്നെ സ്നേഹിച്ചില്ലെങ്കിലും സാരമില്ല, മിണ്ടിയില്ലെങ്കിലും സാരമില്ല. പക്ഷെ ഇങ്ങനെ കിടക്കല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ നെഞ്ച് പൊട്ടിപ്പോവാ, മരിച്ചു പോകും പോലെ തോന്നുവാ. ഒന്ന് കണ്ണു തുറക്കുവോ? ഈ ശരീരം മുഴുവൻ വേദനിക്കുന്നുണ്ടല്ലേ. ഒരു കുഞ്ഞു സൂചി കയറിയപ്പോ എനിക്കെന്ത് വേദനിച്ചു. അപ്പൊ എൻ്റെ അച്ചുവേട്ടന് എന്തുമാത്രം വേദനിച്ച് കാണും. എന്തിനാ പുറത്തു പോയത്? വീട്ടിലിരുന്നാ പോരായിരുന്നോ? എങ്ങനെയാ ഇപ്പൊ വേദന മാറ്റുക? അവളുടെ കണ്ണീർ അവൻ്റെ മുഖത്തേക്ക് പതിച്ചുകൊണ്ടിരുന്നു. അവൾ അവൻ്റെ മുഖം കയ്യിലെടുത്തു. അന്നാദ്യമായി അല്ലി അവൻ്റെ ബാൻഡേജ് ചുറ്റിയ നെറ്റിത്തടത്തിൽ ചുണ്ടുകൾ അമർത്തി. അവളുടെ കണ്ണീരിൻ്റെ ചൂടറിഞ്ഞപ്പോൾ, അവളുടെ ചുംബനത്തിൻ്റെ തീവ്രത അറിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ തണുപ്പ് പടർന്നു. അവൻ്റെ ചുണ്ടുകൾ വിടർന്നു, കൃഷ്ണമണികൾ ചലിച്ചു. അത് നോക്കി നിന്നല്ലി അവൻ്റെ മിഴികൾ ചിമ്മി തുറക്കുന്നത് കണ്ട് പൊട്ടിക്കരഞ്ഞു. അച്ചുവേട്ടാ! കരച്ചിലോടെ അവൾ അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അതറിഞ്ഞ് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കുഞ്ഞാ! അവൻ്റെ നാവ് ചലിച്ചു. അവൾ പിടച്ചുപോയി. മറ്റാരെയോ അവൻ വിളിക്കുന്നു എന്നാണ് അവൾക്ക് തോന്നിയത്. അവൾ പതറിപ്പോയി. അവൾ പിന്നോട്ട് നീങ്ങി. പോകല്ലേ കുഞ്ഞാ, അവൻ പെട്ടെന്ന് പറഞ്ഞു. അവൾ സംശയത്തോടെ നിന്നു. വാ, അവൻ മെല്ലെ വിളിച്ചു. അവൾ മടിച്ച് മുന്നോട്ട് നീങ്ങി. ഇനിയും എൻ്റെ കുഞ്ഞൻ എന്നെ വിട്ട് പോകല്ലേ. നീ എൻ്റെ മുന്നിൽ വരാതെ ഒളിച്ചു നിന്നപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞാ. എനിക്ക് നിന്നെ വേണം. അവൻ വേദന അമർത്തി പറയുന്നത് കേട്ട് അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ കേൾക്കാതെ നീ അച്ചുവേട്ടനെന്ന് പറയുമ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷമെന്നറിയോ കുഞ്ഞാ. എനിക്ക് കേൾക്കണം, നിന്റെ നാവിൽ നിന്ന് നേരിട്ട് എനിക്ക് കേൾക്കണം കുഞ്ഞാ. ഒന്ന് വിളിക്കോ അങ്ങനെ? അവൻ പറഞ്ഞതും വിതുമ്പിപ്പോയവൾ, അച്ചുവേട്ടാ! പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മുഖം കയ്യിലെടുത്തു. എനിക്ക് എന്തിഷ്ടാന്നറിയോ ഈ ചൂടനെ? ഈ കണ്ണുകൾ, ഈ നോട്ടം, ഈ ശബ്ദം. എനിക്ക് ഒരുപാട് ഇഷ്ടാ അച്ചുവേട്ടാ. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. 2 വർഷങ്ങൾക്ക് ശേഷം കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുന്ന സൂര്യ പതിയെ പമ്മി വന്ന അല്ലി അവൻ്റെ പുറത്തേക്ക് കയറി കിടന്നു. പൂ പോലെ മൃദുലമായ ഒന്ന് ശരീരത്തിൽ അമർന്നതും
അവനൊന്ന് തിരിഞ്ഞു. കുഞ്ഞാ, രാവിലെ തന്നെ എന്റെ കൺട്രോള് കളയാനാണോ പെണ്ണെ? അവന്റെ കണ്ണിൽ കുസൃതി. ഒന്ന് പോവാച്ചേട്ടാ, ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ? അതൊന്ന് ചോദിക്കാൻ വന്നതാ ഞാൻ. എന്താ? എനിക്ക് ഓർമ്മയില്ലല്ലോ കുഞ്ഞാ. അല്ലേലും ഈ അച്ചുവേട്ടന് ഒന്നും ഓർമ്മയില്ല. അതേ, ഈ കുഞ്ഞു പെണ്ണ് വന്നതിൽ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലെന്നേ. അവൻ അവളുടെ കഴുത്തിൽ ഉമ്മ വച്ച് പറഞ്ഞു. അവന്റെ കൈ പിടിച്ച് അവൾ, അതേ, ഈ കുഞ്ഞി പെണ്ണ് ആദ്യമായി ഇവിടെ വന്ന ദിവസം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലോ. എന്നാലേ ആ ദിവസമാ ഇന്ന്. അയ്യോ, ഞാൻ മറന്നല്ലോ കുഞ്ഞാ, സോറി ട്ടോ. അവൻ അവളുടെ മൂക്കിൽ മൂക്കുരസി. എനിക്കെന്താ അച്ചുവേട്ടൻ സമ്മാനം തരിക? എന്റെ കുഞ്ഞന് എന്താ വേണ്ടത്? എനിക്ക് ഈ തന്നതൊക്കെ മതി, ഇനിയും ഒന്നും വേണ്ട കേട്ടോ. അവളും അതേപോലെ തിരിച്ചു പറഞ്ഞു. ഞാൻ എന്റെ അച്ചുവേട്ടന് ഒരു സമ്മാനം തരട്ടെ? ആ, അതെന്ത് ചോദ്യവാ കുഞ്ഞാ. തന്നേ, വേഗം താ. കണ്ണുകൾ അടച്ച് ചുണ്ടുകൾ കൂർപ്പിച്ച് അവൻ പറഞ്ഞു. അവൾ പിടിച്ച അവന്റെ കൈ അവൾ തന്റെ വയറ്റിലേക്ക് വച്ചു. അവൻ കണ്ണുകൾ തുറന്നു സംശയത്തോടെ അവളെ നോക്കി. മോൻ വേണോ മോൾ വേണോ എന്റെ അച്ചുവേട്ടന്? അവന്റെ മിഴികൾ തിളങ്ങി നിറഞ്ഞു തുളുമ്പി. കുഞ്ഞാ, ശരിക്കും സത്യാണോ? എന്റെ മഹാദേവനാണ് സത്യം. അച്ചുവേട്ടന് കൂട്ടായി, നമുക്ക് കൂട്ടായി വാവ വരാൻ പോവാ. കുഞ്ഞിപ്പെണ്ണിന്റെ മിഴികൾ നിറച്ചുള്ള വാക്കുകൾ. അവൻ കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. അവളെ ഉമ്മകൾ കൊണ്ട് മൂടി. പിന്നെ ഒരാഘോഷം തന്നെയായിരുന്നു. വാസുകിയും അവനും സന്തോഷിക്കുന്നത് കണ്ട് ആ കുഞ്ഞി പെണ്ണ് ഒരുപാട് സന്തോഷിച്ചു. വേദനിപ്പിക്കുന്ന ഇന്നലെകളെ മറന്നുകൊണ്ട് അവന്റെ സന്തോഷം കണ്ണിറയെ അവൾ നോക്കിക്കണ്ടു. അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവന്റെ കുഞ്ഞനും കുരുന്നുമായി ഇന്നലകളില്ലാതെ അവൻ ജീവിക്കട്ടെ. അവസാനിച്ചു.